ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാം. നല്ല കുരുമുളകിട്ട് വരട്ടിയ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ലിവർ ഫ്രൈ ഇട്ടാ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് നല്ല കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാവാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 20ഓളം ചെറിയുള്ളി ഒന്ന് മുറിച്ചതിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാളയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ചെടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊന്ന് മാറി വരാം, അത്ര തന്നെ മതി. ഇത് മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി ഈ ഒരു ലിവറിൻ്റെ കൂടെ കിടന്ന് ഫ്രൈ ആയിട്ട് വന്നോളും. ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി. മെയിനായിട്ട് ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഇതിനുണ്ടായിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കുരുമുളക് പൊടി പിന്നെ നമ്മൾ അവസാനവും ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഇപ്പം ഇത് മതി, ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ. ഇനി ഞാനിതിലേക്ക് ചിക്കൻ ലിവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ചിക്കൻ ലിവറാണ് കേട്ടത്. കുറച്ചധികം പ്രാവശ്യം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ലിവർ വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഇതിപ്പോൾ കോക്കനട്ട് വിനിഗറാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ. വൈറ്റ് വിനിഗർ ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമ്മളിത് കഴുകിയെടുക്കണതും അതിൻ്റെ ഒരു മണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാനും ഇതിലത്തെ ഒരു ബ്ലഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടച്ചൊഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. നന്നായിട്ട് ചൂടായിട്ട് വരേണ്ട ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളവും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വന്നോളും. നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അവസാനം ഇതിലേക്ക് ഒരു 1 ടീസ്പൂണും കൂടെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് പഴച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പൈസി ആണ് കേട്ടോ. അത് ഒന്നത് തീ കുറച്ച് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട. ഒരുപാട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ. അത് നമുക്കിനി ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ അല്ലെങ്കിൽ കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ ലിവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ കമൻറ്റ്സ് പ്രത്യേകിച്ച് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.